അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ ജസാസ് വേൾഡ്. ഇന്ന് ഞാനൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുവിധം എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് അച്ചാർ എന്നുള്ളത്. പ്രത്യേകിച്ച് എരിവും മധുരമൊക്കെ ഒരുമിച്ചുള്ളതാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പോൾ ഇന്ന് ഞാൻ അത്തരത്തിലൊരു അച്ചാറാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കണും അതിനോട് കൂടി വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. മാങ്ങയും ഈത്തപ്പഴവുമാണ് അച്ചാർ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് അത്യാവശ്യം വലിയ മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. 3 മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം മൂത്ത മാങ്ങയാണ് കേട്ടോ. പച്ചമാങ്ങയൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും മൂത്ത മാങ്ങയിട്ട് അച്ചാറിട്ടാൽ. ഇനി നമുക്ക് ഈ മാങ്ങയൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട്, നല്ലോണം ചെറിയ പീസല്ല, കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അച്ചാർ തയ്യാറാക്കുന്നതിന് തലേ ദിവസം തന്നെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തലേ ദിവസം തന്നെ വെക്കണമെന്നില്ല, ഒരു 5 മണിക്കൂറെങ്കിലും ഒന്ന് ഇതുപോലെ ഉപ്പ് കുടഞ്ഞു വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ നല്ലോണം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്കുള്ള ഈത്തപ്പഴം ഒന്ന് കുതിരാനായിട്ട് കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് മാറ്റി വെക്കണം. അപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ സുർക്കയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 15 ഈത്തപ്പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 15 ഈത്തപ്പഴം നന്നായി കഴുകി കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി ഇതും അടച്ചു വെച്ചിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതെല്ലാം ഞാൻ അച്ചാർ തയ്യാറാക്കുന്നതിന് തലേ ദിവസം തന്നെ വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ മാങ്ങയിൽ വെള്ളമൊക്കെ വന്ന് ഉപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് മാങ്ങ മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈത്തപ്പഴവും നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 6-7 വറ്റൽമുളകാണ്. വറ്റൽമുളക് ഞാനൊരു നന്നായി ചൂടായ പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കി എടുത്തത്. ഈത്തപ്പഴം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈത്തപ്പഴവും ഈ വറ്റൽമുളകും കൂടി നല്ലോണം പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ശർക്കര ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിലൊന്ന് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ അച്ചാറിലേക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചെറിയ മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. നല്ലോണം ചൂടായ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നല്ലോണം മൂത്ത് ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് മൺചട്ടി നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അച്ചാർ പൊടിയും മുളക് പൊടിയൊക്കെ എണ്ണയിൽ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നേരത്തെ വറ്റൽമുളക് ചേർത്ത് അരച്ചെടുത്ത ഈത്തപ്പഴം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈത്തപ്പഴത്തിനൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിനി അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് നല്ലോണം പേസ്റ്റ് രൂപത്തിലായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് ലൂസാക്കി എടുത്തതാണ്. ഈ ഒരു സമയത്ത് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യണം കേട്ടോ, അത് മറന്നു പോകരുത്. ഇനി ഈത്തപ്പഴം നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വാർത്ത് വെച്ച മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഉപ്പുവെള്ളമൊക്കെ കളഞ്ഞ് നേരത്തെ നല്ലോണം വാർത്ത് വെച്ച മാങ്ങ കഷ്ണങ്ങളാണ്, അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്ത ആ ഒരു അളവിന് ഈ ഒരു അച്ചാർ അത്യാവശ്യം എരിവുണ്ടായിരുന്നു. ഇനി തീരെ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിലും കുറവ് അളവിൽ വറ്റൽമുളകും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ആ ഒരു ശർക്കരയുടെ നീര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈത്തപ്പഴം അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലും ശർക്കരയുടെ ഒരു മധുരം കൂടി വന്നാലാണ് അച്ചാറിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും ഒരു ശർക്കര കൂടി ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം.
ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സുർക്ക കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാങ്ങയിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇനി ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഈ ഒരു സമയത്ത് ചേർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴം മാങ്ങ അച്ചാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മധുരവും എരിവൊക്കെ ഒരുപോലെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കി വെച്ചാൽ പാത്രം കാലിയാവണത് അറിയില്ല. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ മറ്റു അച്ചാറുകളെ പോലെ കുറേ ദിവസമൊന്നും കേടാവാതിരിക്കില്ല കേട്ടോ. ഇതിൽ പിന്നെ മാങ്ങയൊക്കെ ഉപ്പൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറേ ദിവസം തന്നെ പിടിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടാക്കിയാൽ അപ്പോൾ തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാവുന്നതാണ്. അത്ര സമയമൊന്നും ഇരിക്കില്ല, അതിന് മുന്നേ തന്നെ എന്തായാലും തീരും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയിലൂടെ വീണ്ടും കാണും വരേക്കും ബൈ ബൈ. താങ്ക് യു.